75,000 വോട്ടിന് മേൽ പിടിക്കുന്ന ആളുകൾ ഈ പെർസെൻറ്റേജ് പുതിയ ഈ കണക്ക് 75.27% എന്നുള്ള കണക്ക് വന്നതിന് ശേഷമുള്ള ഒരു വിലയിരുത്തൽ ഏതാണ്ട് 75,000 വോട്ട് പിടിക്കുന്ന ആളായിരിക്കും ജയിക്കുക എന്ന മട്ടിലാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കണക്കുള്ളത് കൊണ്ട് തന്നെയാണ് അൻവർ ആവർത്തിച്ച് എപ്പോഴും മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നത് 75,000 വോട്ട് എനിക്ക് കിട്ടും എന്നുള്ളത്. അതായത് വിജയിക്കും എന്നുള്ളത് സ്ഥാപിക്കണമെങ്കിൽ 75,000 എന്നുള്ള കണക്കിലേക്ക് വരണം. അപ്പോൾ അതിൽ സ്വരാജ് ഏതാണ്ട് 75,000-നും 80,000-നും അടുത്ത് വോട്ട് പിടിക്കുമെന്നാണ് LDF കണക്ക് കൂട്ടുന്നത് ഇപ്പോൾ അന്തിമഘട്ടത്തിൽ. അതുപോലെ അതേസമയം ഷൗക്കത്ത് ഏതാണ്ട് 78,000 വരെ വോട്ട് പിടിക്കുമെന്നുള്ള ഒരു കണക്ക് കൂട്ടലിലേക്ക് അവിടെ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഏതാണ്ട് എത്തിച്ചേർന്നിട്ടുണ്ട് ഇടതു മുന്നണിയിൽ. അതുപോലെ ഈ ബി ജെ പി വോട്ട് ഒരു പക്ഷേ ഈ മലയോര മേഖലയിൽ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഏതാണ്ട് 8,500 വോട്ട് വരെ BJP പിടിച്ചേക്കാം എന്ന് കരുതുന്നു. അൻവർ അതിനും പിന്നിൽ പോകുമെന്നാണ് ഇടതു മുന്നണിയുടെ കണക്ക് കൂട്ടൽ. ഏതാണ്ട് 5,000-നും 8,000-നും ഇടയ്ക്കുള്ള വോട്ടിലേക്ക് അൻവർ പോകും എന്നുള്ള ഒരു കണക്ക് കൂട്ടൽ അവിടെ പ്രാദേശികമായി പ്രവർത്തിക്കുന്നവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കേട്ടോ. അങ്ങനെ നോക്കി ഏതാണ്ട് 3,000-നും 5,000-നും ഇടയ്ക്ക് വോട്ടിന് സ്വരാജ് ജയിക്കും എന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ കണക്ക്. അതായത് വലിയ ഭൂരിപക്ഷമൊന്നും അവിടെ പ്രതീക്ഷിക്കുന്നില്ല. സ്വാഭാവികമായും മണ്ഡലത്തിൻ്റെ സ്വഭാവം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കണക്ക് കൂട്ടൽ തന്നെയാണ് അവർക്കുള്ളത്. പക്ഷേ ഇവിടെ ഇടതുമുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ 45,000 വോട്ടുകളാണ് വോട്ട് എണ്ണത്തിൽ. ഇത്തവണ ഈ വോട്ട് ശതമാനം കുറഞ്ഞെങ്കിലും വോട്ട് എണ്ണം വർദ്ധിച്ചു. 2021 താരതമ്യം ചെയ്യുമ്പോഴും ആ പ്രത്യേകതയുണ്ട്. വോട്ട് ശതമാനം കുറഞ്ഞു, പക്ഷേ വോട്ട് എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്.